നാളെ നുണക്കുഴി റിലീസാവുകയാണ്. നമ്മുടെ കൂടെ അതെ. തിരക്കഥാകൃത്ത് കൃഷ്ണാജി ഉണ്ട്. KK ജി നമസ്കാരം. താങ്ക് യു. നുണക്കുഴി Sir, basically I am a rich man. Show some respect. ാണ്. ഒന്ന് ജീത്തു ജോസഫ് ഫിലിം വരുന്നു. രണ്ട് നമ്മളിപ്പോ കുറച്ച് നാളത്തെ ഒരു ഗ്ലൂമി ആയിരുന്നു നമ്മുടെ വയനാട് ഇഷ്യൂ ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ അതെ. അതിനുശേഷം നമ്മളിപ്പോ തിയേറ്ററുകളിൽ കുറച്ചും കൂടി ഒന്ന് എനർജൈസിങ് ആയിട്ടുള്ള ഒരു സിനിമ വരുന്നു എന്നുള്ളതിന്റെ ഒരു ഹരമുണ്ട്. തിയേറ്ററും കുറച്ചൊരു 1-2 മാസമായിട്ട് ഒരു ഇത്തിരി ഡള്ളായി നിൽക്കുകയാണ്. തിയേറ്ററുകളിലും സിനിമകൾ വന്നിട്ടൊരു ഗ്യാപ്പായി. സ്കൂൾ തുറന്നു, മഴക്കാലം, പിന്നെ മഴ കഴിഞ്ഞ് കുറച്ച് വളരെ മോശപ്പെട്ട സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നുപോയി. അപ്പം തിയേറ്ററിൽ പൊതുവെ ഒരു ആരവമില്ലാത്ത സമയത്താണ് നമ്മളുടെ സിനിമ വരുന്നത്. ഞങ്ങളുടെ സിനിമ പൂർണ്ണമായിട്ടും അതേ ആ തിയേറ്ററിൽ ഉണ്ടായിരുന്ന ഒരു ആരവം തിരിച്ചു കൊണ്ടിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ്. അതെ അതെ, തീർച്ചയായിട്ടും ഓഡിയൻസിന്റെ ഒരു പ്രതീക്ഷ അതാണ്. മാത്രമല്ല കൂമൻ പോലെയുള്ള ഒരു സിനിമ, അതായത് ആളുകൾ അത്രയൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ട്വിസ്റ്റിന്റെ ആഫ്റ്റർ ട്വിസ്റ്റ് വരുന്ന ഒരു സിനിമ പോലെയുള്ള ഒരു തിരക്കഥ എഴുതിയ ആളുടെ അടുത്ത സിനിമ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രതീക്ഷയുണ്ട്. സോ ദാറ്റ്സ് ഹൗ വി ആർ ടോക്കിംഗ് അബൌട്ട്. നുണക്കുഴിയെ കുറിച്ച് കേട്ടിരുന്നു കുറച്ച് സ്ഥലങ്ങളിൽ നിന്നൊക്കെ. നുണകളുടെ ഒരു സീരീസ് ആണ്. തോട്ട് പ്രോസസ് വന്നിട്ടുള്ള ആളുടെ അടുത്ത് നിന്ന് തന്നെ കേൾക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ കൂമൻ അല്ലെങ്കിൽ എൻ്റെ 2 സിനിമയായിട്ടും 12th മാനായിട്ടും കൂമനായിട്ടും രണ്ടുമായിട്ടും യാതൊരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു സിനിമയാണ് നുണക്കുഴി എന്ന് പറയുന്നത്. കാരണം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ ജോണറുകൾ തന്നെ ഡിഫറെൻ്റ് ആണ് എന്ന് മാത്രമല്ല എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇത് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. അപ്പം അതായത് നമ്മളിപ്പോൾ ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരുന്നു, തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ വന്ന് റിലാക്സ് ചെയ്തിരുന്നിട്ട് വിത്ത് ഫാമിലി എല്ലാ ടൈപ്പ് ആൾക്കാർക്കും ഒരേപോലെ ആസ്വദിച്ച് ഇറങ്ങി പോകാവുന്ന ഒരു ഫൺ റൈഡാണിത്. അത് നമ്മളത്ര ക്ലെയിം ചെയ്യുന്നുള്ളൂ. ഇതൊരു ഫൺ റൈഡാണ്. ഇതിനപ്പുറത്തേക്ക് ഈ സിനിമയ്ക്ക് ഭയങ്കരമായ ഒരു മാനങ്ങളോ, കൂമനൊക്കെ എന്ന് പറഞ്ഞാൽ പല ലെയറിൽ പല കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം മറ്റേ 12th മാൻ ആയാലും അതൊരു വേറൊരു ടൈപ്പ് ത്രില്ലർ സിനിമയാണ്. അപ്പം അങ്ങനത്തെ ലെയറുകളോ അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഈ സിനിമയിലെ ആൾക്കാരുടെ അവസ്ഥകളിൽ മാത്രമേ ഉള്ളൂ കോംപ്ലിക്കേഷൻ. ആ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ചിരിയാണ് ഈ സിനിമയുടെ കാതൽ എന്ന് പറയുന്നത്. പിന്നെ അത് തീർച്ചയായിട്ടും ആൾക്കാർക്ക് അതുണ്ടായി വരുന്നത്, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യത്തിലേക്ക് ഇടപെടുന്നു, ആ കാര്യത്തിലേക്ക് ഇടപെട്ടു നമ്മുടെ ഒരു പക്വത കുറവുണ്ട്. ഇപ്പം ഇതിലെ ഒരു ഹീറോ എന്ന് പറയുന്ന ആള് ഒരു പക്വതയില്ലാത്ത ഒരു ബിസിനസ്സുകാരനാണ്. കാരണം പുള്ളി വലിയ ബിസിനസ്സിന്റെ ചുമതലകൾ വഹിക്കുന്ന ഒരാളാണ്. അത് പുള്ളിയിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ അച്ഛൻ പെട്ടെന്ന് അങ്ങ് മരണപ്പെട്ടതോടുകൂടിയാണ് പുള്ളി ബിസിനസ്സിന്റെ ചുമതലയിലേക്ക് വരുന്നത്. അപ്പൊ ഈ ബിസിനസ് മുഴുവൻ ഉണ്ടാക്കിയതും അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതും എല്ലാം അച്ഛനായിരുന്നു. ഇയാൾക്ക് ഇതിലൊന്നും ഒരു ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു പക്വതയോ പാകതയോ, അതിനിടയ്ക്ക് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഇയാളുടെ വിവാഹം കണ്ടിട്ട് മരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാളെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. ഒരു വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനെന്നുള്ള ഒരു ഒന്നുമില്ലാത്ത ഒരു പയ്യനാണ് ഇയാൾ. അപ്പൊ അയാള് പോയി ചെന്ന് പെടുന്ന ചില പ്രതിസന്ധികൾ, എന്താ പറയുക, ചെറുപ്പത്തിൻ്റെയൊക്കെയുള്ള ഒരു ഇതിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിൽ നിന്ന് പുള്ളി രക്ഷപ്പെടാനായിട്ട് അയാള് പറയുന്ന ചില കള്ളങ്ങൾ, ഈ കള്ളങ്ങളൊക്കെ പറയുമ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാൾക്ക് ഈ ചില കാര്യങ്ങൾ ഇയാൾക്ക് മറ്റാരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലാണ് പുള്ളി പോയി പെടുന്നത്. അപ്പൊ ഇയാളത് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറയുന്ന കള്ളം, ഈ കള്ളം എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ മറ്റുള്ള കുറച്ച് ആൾക്കാരുടെ ജീവിതത്തിലേക്ക് ഇതിനിടയ്ക്ക് യാദൃശികമായിട്ട് പുള്ളി കടന്നില്ലാണ്. ഇയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, അതായത് അന്നേ ദിവസം അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇയാൾ ലൈഫിൽ ഒരിക്കലും കണ്ടുമുട്ടുക പോലും ചെയ്യാൻ സാധ്യതയില്ലാത്ത കുറച്ച് ആൾക്കാരുടെ ജീവിതത്തിലേക്ക്, അവരൊക്കെ ചിലർ ഗുരുതരമായ ചില പ്രതിസന്ധികളിൽ പെട്ടിരിക്കുന്നു, ചിലരല്ല നോർമൽ ലൈഫിൽ. ഇയാൾ അവിടേക്കെല്ലാം പ്രത്യേക സാഹചര്യത്തിൽ ഇയാൾ ഇടിച്ചു കയറി ചെല്ലുകയും ഇയാളുടെ പ്രശ്നം മൂലം അവരെല്ലാം കൂടുതൽ അവർ ഓൾറെഡി കുറച്ച് പ്രശ്നങ്ങളിൽ നിൽക്കുകയാണ്, അതിനകത്തിലേക്ക് ഇയാൾ ഇത് എന്താ പറയുന്നത് ആഡ് ചെയ്യാണ്. ഇയാളുടെ പ്രശ്നങ്ങൾ ഇയാൾ എസ്കലേറ്റ് ചെയ്യുന്ന പോലത്തെ ഇയാളുടെ ഒരു എൻട്രി. അയാൾ ഏതൊക്കെ വഴിയിലൂടെ പോകുന്നോ ആ വഴിയിലെല്ലാം പുള്ളി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. അങ്ങനത്തെ ഒരു ട്രാക്കാണ് അത്. നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് അങ്ങ് തിരികൊളുത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് എൻഡ് വരെ ഈ പരിപാടിയാണ്. അതാണ് നുണക്കുഴി എന്ന് പറയുന്ന സിനിമ. വെരി ഗുഡ്. കേൾക്കുന്നവരും കൂടുതൽ ഹരം തോന്നുന്നുണ്ട് സിനിമ. കാരണം വെച്ചാൽ ഞാൻ ഒരു ഇന്റർവ്യൂല് എനിക്ക് അധികം കേൾക്കാൻ പറ്റില്ല, ഒരെണ്ണത്തിൽ കേട്ടിരുന്നു. അതായത് എല്ലാ ക്യാരക്ടേഴ്സും ഇൻഡിപെൻഡന്റ് ആണ്, പരസ്പര ബന്ധങ്ങളൊന്നും ഇല്ലാതെ. അപ്പൊ അത് ഒരു ക്യൂരിയോസിറ്റി തന്നൊരു കാര്യമാണ്. അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതില് മെയിൻ ലീഡ് ബേസിൽ ജോസഫ് ചെയ്യുന്ന കഥാപാത്രം, ഫീമെയിൽ ലീഡ് ഗ്രേസ് ആന്റണി ചെയ്യുന്ന കഥാപാത്രം, അവര് തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല.
ഒരു ബന്ധവുമില്ല. അപ്പം ഗ്രേസ് ആന്റണിക്ക് ഒരു ലൈഫിന്റെ ഒരു ട്രാക്ക് വരുന്നുണ്ട്, അവരുടെ ഒരു കഥയുടെ ഒരു ട്രാക്ക് വരുന്നുണ്ട്. അവരുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഇതിനകത്തിലെ ഒന്നോ രണ്ടോ കഥാപാത്രങ്ങൾ, അജു വർഗീസ് ചെയ്യുന്ന കഥാപാത്രവും പിന്നെ സൈജു ചെയ്യുന്ന കഥാപാത്രമാണ് ഇവരോട് ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ളത്. ബേസിൽ ജോസഫുമായിട്ട് ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ളത് ഈ നിഖില ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. പിന്നെ ഇതിനകത്തിലേക്ക് വരുന്നത് ബേസിൽ ജോസഫുമായോ ഗ്രേസ് ആന്റണിയുമായോ അജുവുമായോ ഒന്നും യാതൊരു ബന്ധവും ഒരു കണക്ഷനും ഇല്ലാത്ത സിദ്ദിഖേട്ടന്റെ ക്യാരക്ടർ വരുന്നുണ്ട്. സിദ്ദിഖേട്ടന്റെ ക്യാരക്ടർ വേറെ ആൾക്കാരുടെ കഥയിലേക്ക് ചെന്ന് എൻ്റർ ചെയ്യുന്നത് മനോജ് കെ ജയനും ബിനു പപ്പുവും ഒക്കെയുള്ള ഒരു കഥയിലേക്കാണ്. അവർ തമ്മിൽ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് ടൈം മീറ്റിംഗ് ആണ്. അപ്പം ഈ കഥാപാത്രങ്ങൾ ഇപ്പൊ അതിനകത്തിൽ പിന്നെ ഒരു ബന്ധമുള്ളത് അൽത്താഫിന്റെ കഥാപാത്രവും സിദ്ദിഖേന്റെ കഥാപാത്രവും കൂടാണ് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉള്ളത്. അപ്പൊ ഇതിനകത്തുള്ള ഒരു 10-12 കഥാപാത്രങ്ങൾ എല്ലാവരും അവരവരുടേതായ രീതിയിൽ ഇൻഡിപെൻഡന്റും ഇന്ന് വൈകുന്നേരം സിദ്ദിഖേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിനെ ഇന്ന് വൈകുന്നേരമാണ് മീറ്റ് ചെയ്യുന്നത്. ബേസിലിനെ അന്ന് രാവിലെയാണ് ആദ്യമായിട്ട് കാണുന്നത്. ഗ്രേസ് ആന്റണിയെ ഇതിന്റെ ഒരു പ്രശ്നങ്ങളുടെ ഒരു തീവ്രതയിൽ വെച്ചിട്ടാണ് പുള്ളി കാണുന്നത്. അപ്പം ഇങ്ങനെയാണ് എല്ലാ കഥാപാത്രങ്ങളും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ബേസിൽ ജോസഫ് അയാൾ ചെയ്യുന്ന എബി സക്കറിയ പുഴുക്കുന്നേൽ എന്താണ് ആരാണെന്ന് മനോജ് കെ ജയൻ ചെയ്യുന്ന കഥാപാത്രം അന്ന് രാത്രിയിലാണ് പുള്ളി തിരിച്ചറിയുന്നത്. ഗ്രേസ് ആന്റണി ഇവരും കൂടെ ഒന്നിച്ച് കുറേ നേരം പോലീസ് ജീപ്പിലും ഒക്കെ പോകുന്ന സീക്വൻസുകളുണ്ട്. അവരൊക്കെ തമ്മിൽ ആ ജീപ്പിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെയാണ്. എന്നിട്ട് ഇവരുടെ കഥകളെല്ലാം കൂടെ നമ്മൾ ഒരു പോയിന്റിൽ കൂട്ടി വന്ന് യോജിക്കുകയാണ്. അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ്. ഇപ്പൊ ജിത്തുജിയുടെ ഒരു സിനിമയുടെ ഒരു രീതി, സിനിമ റിലീസ് ചെയ്യണതിന്റെ ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ക്ലെയിം ഒന്നും ഇതുവരെ ഉള്ള സിനിമകൾക്കൊന്നും പറഞ്ഞു കണ്ടിട്ടില്ല. അതായത് സിനിമ വന്നിട്ട് ആളുകളെ വേർഡ് ഓഫ് മൗത്തിൽ കൂടെ ആളുകൾ പറഞ്ഞ് അറിഞ്ഞ് അതൊരു തരംഗമാവുന്ന രീതിയാണ്. അപ്പൊ ഈ സിനിമയും ഏകദേശം അങ്ങനെ തന്നെയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. അല്ല അല്ല ഈ സിനിമയില് നമ്മളങ്ങനെ വേറെ ഒന്നും ഹൈഡ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. നമ്മളുള്ള കാര്യം അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിനകത്തിലൊക്കെ പലരും ചോദിച്ചു ഇത് ത്രില്ലർ കോമഡിയാണോ എന്നൊക്കെ. അങ്ങനെ ഒരു ത്രില്ലർ എലമെന്റ് ഒന്നും ഇല്ല, അങ്ങനത്തെ എലമെന്റ് ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ അത് ഫാക്റ്റാണ് നമ്മൾ പറയുന്നത്. ഇതൊരു വളരെ ഒരു കുഞ്ഞു കോമഡി പടമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്തില് ജിത്തുവിനെ അട്രാക്ട് ചെയ്ത ചില ഘടകങ്ങളുണ്ട്. അതിന്റെ ഒരു കഥയുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ കഥയ്ക്കകത്തിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് എലമെന്റ്സ്, അല്ലെങ്കിൽ അതിന്റെ ഒരു നരേഷന്റെ രീതി, ഇതൊക്കെ ആയിരിക്കും ജിത്തുവിനെ അട്രാക്ട് ചെയ്തത്. അല്ലാതെ ഇതിനകത്തൊരു ത്രില്ലർ എലമെന്റോ വേറെ ഏതെങ്കിലും ഒളിച്ചു വെക്കുന്ന പരിപാടി അങ്ങനെയൊന്നുമില്ല. സാധാരണ ഒരു കഥ പോകുന്നു, അതിനകത്തിൽ ന്യായമായിട്ട് കാണുന്ന ചില അത് അങ്ങനെയായിരുന്നു എന്ന് നമ്മളെ സർപ്രൈസ് ചെയ്യിക്കുന്ന ചില എലമെന്റ്സ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. അല്ലാതെ നമ്മൾ ശരിക്കും ഇതിന്റെ ആദ്യ ഒരു എഴുത്തിനകത്തിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലും നമ്മൾ വേണ്ടെന്ന് വെച്ചു. പിന്നീട് ആ ട്വിസ്റ്റ് തന്നെ നമ്മൾ ആദ്യം തന്നെ ആൾക്കാരെ ഹാഫ് ദ വേ റിവീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളത് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് പോലും ഇല്ല. ഇതൊരു ഫൺ റൈഡാണ്. അത് നമ്മൾ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മളൊരു സിനിമ തുടങ്ങി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ സിനിമയ്ക്കകത്തിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഒരു ചിരി ഘോഷയാത്രയിലൂടെ കൊണ്ടുപോകും തന്നെയാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയാണ് നമ്മൾ സിനിമ കണ്ട ശേഷവും മറ്റ് അതിൽ അഭിനയിച്ചവർ കണ്ടതും ഇനി കഥയൊന്നും അറിയാൻ പാടില്ലാത്ത ചില ആൾക്കാർ കണ്ടതിന്നും നമുക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് അതാണ്. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും ജിത്തു ഇതിനകത്തിൽ വലിയ അവകാശവാദം ഒന്നും പറയുന്നില്ല. എനിക്കും അങ്ങനെ പറയാൻ വേറെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊരു കുഞ്ഞു സിനിമ, തമാശ സിനിമ, നിങ്ങളെ ചിരിപ്പിക്കും. പക്ഷേ ഈ സിനിമ ദാറ്റ്സ് ഗ്രേറ്റ്. അതും ഒരു രസമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ജിത്തുജിയുടെ ഇപ്പൊ ദൃശ്യമൊക്കെ അന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയി കണ്ടു കഴിഞ്ഞപ്പോ വാഹോ എന്ന് പറയുന്ന ഒരു ആ വാവ് എഫക്റ്റ് ആണല്ലോ, വാവ് ഫാക്ടർ. അതാണ് നമ്മൾ ഇപ്പൊ ഇതിലും അത് വരുന്നുള്ള പ്രതീക്ഷ. ഇപ്പൊ ഇത് പറയുമ്പോൾ ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് ബേസിൽ പറയുന്നുണ്ട്, ബേസിനോട് ചോദിക്കുമ്പോൾ എന്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണജി അത് എഴുതി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ ഇത് ബേസിൽ ചെയ്യുന്നതായിരിക്കും, ബേസിൽ ഫിക്സ് ചെയ്ത് ഏകദേശം അങ്ങനെ രീതിയിൽ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. എഴുതുന്നതിന്റെ രീതി എങ്ങനെയാണ്? അതായത് ഒരു ത്രെഡ് വരുമോ, ഒരു ക്യാരക്ടർ വരുമോ, അതോ വൺ ലൈൻ എഴുതി പിന്നെ അത് സീക്വൻസസ് വന്നു, എങ്ങനെയാണ് കെജിയുടെ റൈറ്റിംഗ് സ്റ്റൈൽ? ഞാൻ സാധാരണഗതിയിൽ ഒരു ത്രെഡ് വന്നാലും അതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു കഥയുടെ രൂപത്തിലേക്ക് ഞാനത് മനസ്സിൽ ആലോചിച്ച്, അത് എഴുത്തൊന്നുമില്ല, നമ്മൾ ആലോചിച്ചെടുക്കും. ഇതിങ്ങനെയാണ്, ഇതിന്റെ തുടക്കം ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണ് കഥ ഗ്രോ ചെയ്ത് വരുന്നത്, ഇത്രയും നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജിൽ അതിലൊരു മിനിമം കഥാപാത്രങ്ങളുടെ ഇതൊക്കെ ഉണ്ടാവും. അത് ഇങ്ങനെ പോയിട്ട് ക്ലൈമാക്സിലേക്ക് ഇങ്ങനെയാണ് എത്തുന്നത് എന്നൊരു കഥയായി കഴിയുമ്പോഴാണ് ഞാനിത് ആരോടെങ്കിലും പറയുന്നത്. സ്വാഭാവികമായും എൻ്റെ കഴിഞ്ഞ 3 സിനിമകളും ഞാൻ ജിത്തു ജോസഫിനോടാണ് പോയി പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് കേൾക്കുമ്പം ജിത്തു പറയാണ് ഇത് വർക്കാവുന്ന ഒരു കഥയാണ്, എഴുതൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇതിൻ്റെ ഒരു സീൻ ഓർഡർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. 1 മുതൽ എത്രയാണോ അവസാനം ക്ലൈമാക്സ് സീൻ വരെയുള്ള, ഫസ്റ്റ് സീൻ മുതൽ ക്ലൈമാക്സ് സീൻ വരെയുള്ള സീൻ ഓർഡറുകളിനകത്ത് കുറച്ച് ഡീറ്റെയിൽഡ് സീൻ ഓർഡർ ആയിരിക്കും. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ചിലപ്പോൾ ചെറിയ ഡയലോഗുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ ഈ ഒരു
പിന്നെ കഥാപാത്രങ്ങളെല്ലാം അതിനകത്തിൽ എസ്റ്റാബ്ലിഷ് ആയി വരും. അങ്ങനെ ഒരു സീൻ ഓർഡർ ആയി കഴിഞ്ഞാൽ ഇപ്പം എല്ലാ ഡയറക്ടർമാർക്കും പ്രത്യേകിച്ച് ജിത്തുവിനും ഒക്കെ വായിച്ചാൽ കൃത്യമായിട്ടൊരു ഫ്ലോ ഉണ്ടോ, അതിൻ്റെ ഒരു ഫ്രെയിം എങ്ങനെ ഇരിക്കുന്നു, ഇതെങ്ങനെയാണെന്നുള്ള സ്റ്റേജിൽ ആണ് എന്തെങ്കിലും അല്ല എനിക്ക് അവിടെ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഒരു ഡയറക്ടറുടെ ഭാഗത്തു നിന്നൊക്കെ, ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നിന്നൊന്നും പോകുന്ന സമയമൊന്നും ആയിട്ടില്ല നേരമൊന്നും, ഡയറക്ടറുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സീൻ ഓർഡർ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സജഷൻസ് ഒക്കെ വരുന്ന അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഒരു ആലോചന അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചർച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ സ്ക്രീൻ പ്ലേയിലേക്ക് പോവുക എന്നുള്ളത്. ഫുൾ സ്ക്രീൻ പ്ലേ എഴുതിയിട്ട് പിന്നെ നമ്മൾ വായിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വായിച്ചു കൊടുക്കും, ആർട്ടിസ്റ്റിന് കൊടുക്കുക. ഇതാണ് പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 ഘട്ടമായിട്ടാണ് എൻ്റെ എഴുത്ത് പോകുന്നത്. ഈ സിനിമയിൽ പറഞ്ഞ ആളുകളുടെ പേരുകൾ പറയുമ്പോൾ വളരെ താല്പര്യം തോന്നുന്ന ആളുകളാണ്. ഗ്രേസ് ആണെങ്കിലും നിഖില ആണെങ്കിലും മെയിൻ ക്യാരക്ടർ മനോജ് കെ ജയൻ, അദ്ദേഹത്തിന്റെയൊക്കെ ഹ്യൂമർ കണ്ടിട്ട് കുറച്ചായി. അപ്പൊ അതിന്റെയൊക്കെ ഒരു ക്യൂരിയോസിറ്റി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അജുന്റെ ഇതിലൊന്നും കണ്ടില്ലായിരുന്നു അഭിമുഖങ്ങളിലൊന്നും. മലയാളത്തില് ഈ കഴിഞ്ഞ ഒരു വർഷം ഒരുപാട് സിനിമകൾ ഇറങ്ങി. അപ്പോ സിനിമകൾ ഇങ്ങനെ ഇവരാണെങ്കിൽ ലീഡ് ആക്ടേഴ്സ് ഒക്കെ ഒരുപാട് കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്ത് വെച്ചിട്ടും ഉണ്ടാവും. അപ്പോ സമാന കഥകളൊക്കെ എവിടെയെങ്കിലൊക്കെ വന്നും പോവാലോ. അതായത് ഇങ്ങനെയൊക്കെ ഓരോന്ന് ആലോചിക്കുമ്പോ അപ്പൊ ഇന്ന ആള് ആണെങ്കിലാണ് അത് ബെസ്റ്റ് ആവുക എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഒരു ഇങ്ങനെ നമ്മളൊരു റെസ്റ്റ്ലെസ് ആവുക, അല്ലെങ്കിൽ കഥ എന്തെങ്കിലും ഓൾട്ടർ ചെയ്യേണ്ടി വരിക, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും 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 അങ്ങനെ ഉണ്ടാവും. കാരണം നമ്മൾ ചിലപ്പം ആലോചിച്ച് അങ്ങനെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് ഒരു കഥയൊക്കെ ആയി നമ്മൾ വേറെ ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റിനോട് വല്ലതും പോയി പറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറോട് പറയുമ്പോഴായിരിക്കും ഇതുപോലെ ഒരു കഥ വേറൊരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിപ്പം ഈ അടുത്ത് തന്നെ ഞാൻ വേറെ ഒരു സ്ക്രീൻ ഓൾമോസ്റ്റ് റെഡിയായ ഒരു സ്ക്രീൻ പ്ലേ ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള 2-3 ഡയറക്ടേഴ്സ് യങ്സ്റ്റേഴ്സാണ് അവരോട് ഇങ്ങനെ ഇതിൻ്റെ ഒരു ഒപ്പീനിയന് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പം അതിലൊരു ഏരിയ മൊത്തമായിട്ട് വേറൊരു ആള് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയുമായി ഒരു സാമ്യം പറയുന്നുണ്ട്. പിന്നെ ഞാനത് നമ്മൾ മാറ്റി വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് ചെയ്യുന്നത്. അത് ഒരേപോലെ ചിന്തിക്കുന്ന സംഭവങ്ങളുണ്ടാവാം. ഞാനിപ്പോൾ കൂമൻ കഴിഞ്ഞപ്പോൾ എന്നെ ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ പിന്നെ സിനിമ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഞാൻ എഴുതി വെച്ച ഒരു കഥയുടെ ഒരു ഏരിയയാണ് സെക്കൻഡ് ഹാഫിൽ കൂമനിൽ വന്നിരിക്കുന്നത്, എനിക്കിനി അത് സിനിമയാക്കാൻ പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളത് ഒരേപോലെ ചിന്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരു യാതൊരു വിധത്തിലും കണക്ഷൻ ഇല്ലാത്ത, അയാൾ പുറത്താരോടും പറഞ്ഞിട്ടില്ലാത്ത, അയാൾ ഫുൾ എഴുതി ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണ്. എനിക്കത് അയച്ചു തന്നു. ശരിയാണ്, അതിനകത്തിൽ ഒരു പോർഷൻ നമ്മളുടെ സ്കൂമിന്റെ സെക്കൻഡ് ഹാഫിന്റെ ഒരു ഏരിയയുമായി നല്ല സാമ്യം വരുന്നുണ്ട്. അങ്ങനത്തെ ചിന്തയൊക്കെ വരാം, സ്വാഭാവികമായിട്ടും വരാം. നമ്മൾ ചില സംഗതികൾ വേണ്ടാന്ന് വെക്കും. ഇപ്പം ഞാൻ വേറൊരു സബ്ജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്തിൽ ഇപ്പൊ റിലീസായ ഒരു സിനിമയുടെ കുറച്ച് പോർഷൻ വന്നിട്ടുണ്ട്, അപ്പൊ ഞാനത് മാറ്റി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാറ്റി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തിൽ. ഒത്തിരി പരസ്യ ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോ തിരക്കഥ കുറച്ചൊക്കെ എഴുതി കഴിയുമ്പോൾ ഒരു സിനിമ ചെയ്യാം, സംവിധാനം ചെയ്യാം, അങ്ങനെയുള്ള ആലോചനകൾ എവിടെ? അല്ല, നമ്മുടെ മനസ്സിലുണ്ട്, ആഗ്രഹമുണ്ട് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ. കാരണം ഇപ്പം എല്ലാ റൈറ്റേഴ്സിനും സംവിധാനം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും. കാര്യം നമ്മൾ എഴുതുന്നത് നമുക്ക് തന്നെ കൺസീവ് ചെയ്ത് നമ്മൾ തന്നെ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. എന്നെ സംബന്ധിച്ചും അങ്ങനെ ആഗ്രഹമുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇപ്പം നിലവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 5-6 തിരക്കഥകൾ കമ്മിറ്റഡ് ആണ്. പല ആൾക്കാർക്ക് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഡയറക്ടേഴ്സ് തന്നെ, ഇപ്പം ജിത്തുവിന് തന്നെ ഒരു 2 പ്രോജക്റ്റ് ഞങ്ങൾ തമ്മിൽ എഗെയിൻ ഉണ്ട്. പിന്നെ പുറത്തൊരു 3 ഡയറക്ടേഴ്സുമായിട്ട് ഒരു 2-3 പ്രൊജക്റ്റുകൾ, എല്ലാം കൂടി ഒരു 4-5 പ്രൊജക്റ്റുകൾ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കമ്മിറ്റ് ചെയ്തതിന് അതിൽ എഴുതി തീർന്നത് 1-2 എണ്ണേ ഉള്ളൂ. ഒരെണ്ണം ഓൾമോസ്റ്റ് തീർന്നു, ഒരെണ്ണം പകുതിയായിരിക്കുന്നു, വേറെണ്ണം സീൻ ഓർഡർ ആയിരിക്കുന്നു. ഇപ്പം ഇതൊക്കെ എഴുതി തീർക്കണ്ടേ? ഇതെല്ലാം എഴുതി തീർക്കാൻ ഒരു 2 കൊല്ലം എന്തായാലും എടുക്കും. അപ്പം ഞാനൊരു ഡയറക്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് എനിക്ക് ചെയ്യാനുള്ള ഒരു കഥ ഞാൻ ഐഡന്റിഫൈ ചെയ്ത് ഞാൻ അതിനുവേണ്ടി ഫോക്കസ് ചെയ്യണം. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം സിനിമയിലേക്ക് ഒത്തിരി ആഗ്രഹിച്ച് നമ്മൾ സിനിമയിലേക്ക് വന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ കൂമൻ കഴിഞ്ഞതോടുകൂടി പ്രത്യേകിച്ച് അതൊരു തിയേറ്റർ ഹിറ്റായ സിനിമയാണ്. മറ്റേത് നമുക്ക് OTT ആയതുകൊണ്ട് അതിന് ജഡ്ജ്മെന്റ് ഇല്ല. തിയേറ്റർ ഹിറ്റായ ഒരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടുന്ന് ഇവിടുന്നും ഒക്കെ സീനിയറായ ഡയറക്ടേഴ്സും പ്രോമിസിംഗ് ആയിട്ടുള്ള യങ് ഡയറക്ടേഴ്സും ഒക്കെ നമ്മളെ വിളിച്ചിട്ട് കഥയുണ്ടോ സബ്ജക്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ട്. എനിക്ക് ബേസിക്കലി എനിക്ക് എഴുത്താണ് എൻ്റെ ഒരു മേഖല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് എഴുതുന്നതാണ് എൻ്റെ ഒരു താല്പര്യവും എൻ്റെ ഒരു സ്ട്രെങ്തും അതാണെന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ അവിടെയൊക്കെ പോയിട്ട് കഥ പറയും. ചിലപ്പം നമ്മുടെ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ അത് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എഴുതി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാവും. അപ്പം നമ്മൾ 2 കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം അങ്ങ് പോയി.
കാര്യം ഒരു തിരക്കഥ എഴുതാൻ എങ്ങനെ പോയാലും 4 to 5 months ഒക്കെ എടുക്കും. അപ്പോൾ ഒരു വർഷം 2 കൂടുതൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പം എൻ്റെ ഒരു സ്വഭാവത്തിന് എനിക്ക് പറ്റത്തില്ല. എനിക്കങ്ങനെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് എഴുതുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. എനിക്ക് അതിൻ്റെ ഒരു ആലോചിച്ച് മനസ്സിൽ കൊണ്ടുനടന്ന് ആയി കഴിയുമ്പോൾ കുറച്ച് എഴുതുക, അങ്ങനെയാണ്. എനിക്കൊരു ടൈം എടുക്കുന്ന പ്രോസസ്സാണ്, ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് എന്നെ സംബന്ധിച്ച് എഴുത്തെന്ന് പറയുന്നത്. ഇപ്പം പഴയ പ്രഗത്ഭരായ ആൾക്കാരുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. 3 ദിവസം കൊണ്ടൊക്കെ ലോഹി സാറ് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്കത് കേട്ടിട്ട് 3 ദിവസം കൊണ്ട് നമുക്ക് 4 സീനോ 5 സീനോ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് നമ്മളിങ്ങനെ വണ്ടടിച്ചിരിക്കുകയാണ്. അതൊക്കെ ഒരു ജീനിയസുകളുടെ ഒരു കഥയായിരിക്കും അത്. അപ്പം എനിക്ക് സമയമെടുക്കും. പിന്നെ അവരും എനിക്കൊന്ന് മനസ്സിൽ കൊണ്ടുനടന്നിട്ടായിരിക്കും ഒറ്റയിരിപ്പിന് ഇത് മനസ്സിലൊരു സെറ്റായി കഴിഞ്ഞിട്ടായിരിക്കും എഴുതാനിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എഴുത്തിൻ്റെ ഒരു രീതിയിൽ എപ്പോഴും ആദ്യത്തെ സീൻ എഴുതി തീർത്ത് കഴിയുമ്പോഴാണ് രണ്ടാമത്തെ സീനിന്റെ ഒരു കൃത്യമായൊരു പിക്ചർ. നമുക്ക് ഐഡിയ ഉണ്ടാവും, ഇതാണ് സീൻ ഓർഡർ, ഇതാണ് അല്ലെ ഇന്ന സംഭവമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നതെന്നറിയാം. പക്ഷെ ആ സീനിന്റെ ഒരു ടോട്ടൽ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിനകത്തിൽ വരുന്ന ഒരു പരിപാടിയല്ല എനിക്ക് ഫസ്റ്റ് സീൻ എഴുതി കഴിയുമ്പോഴാണ് രണ്ടാമത്തെ സീൻ വരുന്നത്. അത് അങ്ങനെ തന്നെ എനിക്ക് വരുന്നത്. ഇപ്പൊ ഉടനെ വരാനിരിക്കുന്ന അത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഒക്കെ കഴിഞ്ഞ് വർക്ക് തുടങ്ങാനിരിക്കുന്ന സ്ക്രിപ്റ്റ് ആരുടെ കൂടെയാണ്, ഏത് സ്ക്രിപ്റ്റാണ്? അല്ല, അങ്ങനെ എനിക്ക് പറയാവുന്ന രീതിയിലേക്ക് പറയാം, വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും അത് ഒന്നും കൂടെ ഒന്ന് ഉറപ്പിച്ചിട്ട് പറയാം എന്നുള്ള രീതിയിലാണ്. ജിത്തുവായിട്ട് എന്തായാലും പ്രൊജക്റ്റുകളുണ്ട്. വേറെ ഒരു സീനിയർ ഡയറക്ടറുമായിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ട്. 1-2 പടങ്ങൾ ചെയ്ത യങ്സ്റ്റേഴ്സ് ആയിട്ട് 1-2 പ്രൊജക്റ്റുകളുണ്ട്. അതൊക്കെ ഉണ്ട്. ജിത്തുവായിട്ടുള്ളത് എനിക്ക് പറയാം. കാര്യം ഞങ്ങൾ തമ്മിലൊരു 3 കഥ ഡിസ്കസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനെപ്പോൾ എഴുതി കൊടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മേ ബി അടുത്ത വർഷം ഒരു പടം കൂടെ ഉണ്ടാവുമായിരിക്കും. ഞങ്ങളൊരു ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു ഇമോഷണൽ ഡ്രാമ ഞങ്ങൾ ചെയ്താൽ കൊള്ളാമെന്ന്. എന്നുവെച്ചാൽ അതിനകത്തിലൊരു കുറച്ചൊരു എന്താ പറയുന്നത്, സർവൈവൽ ത്രില്ലറിന്റെ ഒരു മൂഡും വരും. പക്ഷെ എന്നാലും ബേസിക്കലി അതൊരു ഇമോഷണൽ ഡ്രാമയാണ്. അതിനകത്ത് സർവൈവൽ ത്രില്ലർ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഇമോഷണൽ ഡ്രാമയാണ്. കാരണം അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. അപ്പോൾ ജിത്തു എനിക്ക് തോന്നുന്നു അത്തരം ഒരു ഇമോഷണൽ ഡ്രാമയൊക്കെ ചെയ്തിട്ട് മമ്മി ആൻഡ് മീ ഒക്കെ ചെയ്താണ് ഒരു ഫീൽ ഗുഡ് ഇമോഷണൽ ഡ്രാമ. അതും അങ്ങനെ ഇമോഷണൽ ഡ്രാമ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുന്ന അടുത്ത സിനിമ അതായിരിക്കും മിക്കവാറും. അതും ഒരുപാട് കേൾക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷ. കാരണം വെച്ചാൽ ഇപ്പൊ ദൃശ്യത്തിൽ തന്നെ ഇമോഷണൽ രംഗങ്ങളും അത്രയധികം നമ്മളെ ഫീൽ ചെയ്യിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ അതിൽ പല സീൻസ്. അപ്പൊ ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത് വിഷ്വലൈസ് ഇതൊരു ഭയങ്കര ഒരു രസമുള്ള ഒരു സബ്ജക്റ്റാണ്. അത് നമുക്ക് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടൈം അതിനു വേണ്ടി കുറച്ച് കൊടുക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഞാനത് ഇങ്ങനെ എഴുതാതെ മാറ്റി വെച്ചിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ കഥ മുഴുവനായിട്ടുണ്ട്, സീൻ ഓർഡറുകളുണ്ട്. പക്ഷെ അതിനകത്ത് കുറച്ചും കൂടെ ഒരു ഇത് വരാനുണ്ട്. അപ്പോൾ നമ്മളത് എഴുതി തുടങ്ങിയാൽ മേ ബി ഒരു 2-3 months ഒരു സ്ക്രീൻ പ്ലേ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്തൊരു ആർട്ടിസ്റ്റിലേക്കൊക്കെ അപ്രോച്ച് ചെയ്ത് അത് അടുത്ത വർഷം നടക്കാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണത്. ജിത്തുവിൻ്റെ കൂടെയുള്ള പ്രൊജക്റ്റ് ഞാനൊരു 2-3 ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ജിത്തുവിൻ്റെ കൂടെ പ്രൊജക്റ്റ് ഉണ്ടെന്ന് പറയാം. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഒരു ഫൈനൽ ഡിസ്കഷനിലും എഴുത്തിന്റെ പകുതിക്കും ഒക്കെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെയും ഒരു ആംബിഗ്യൂറ്റി ഉണ്ടല്ലോ എപ്പോഴും, അൺസർട്ടനിറ്റി. അതെ. മനസ്സിലാവും. എന്തായാലും ഞാൻ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത കണക്കിലെടുത്ത് കൂടുതൽ നീട്ടുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ഉടനെ സംസാരിക്കും. അടുത്ത സ്ക്രിപ്റ്റ് എത്രയും പെട്ടെന്ന് പറയാവുന്ന രീതിയിലാവട്ടെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കണക്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാ ഭാവങ്ങളും നമുക്ക് വലിയ സക്സസ് ആവട്ടെ. താങ്ക് യു വെരി മച്ച്. നീ ആരുടെ മോനെ എന്തോടാ ഞങ്ങള് പോലീസുകാർക്ക് കള്ളം പറയാൻ നോക്കുന്ന ശേഷം സ്ക്രീനിൽ